എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛനെ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വചനങ്ങൾ നിന്നോട് സംസാരിക്കുന്ന ദൈവത്തെയാണ് നീ കേൾക്കുന്നത്. അങ്ങനെ കേൾക്കുന്നതിന് വേണ്ടി നീ നിന്നെ തന്നെ പ്രാർത്ഥിച്ചൊരുക്കണം. പല വിചാരം കൂടാതെ കേൾക്കണം. ഇത്തരം ബുദ്ധിമുട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ആ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും തന്നെ നിൻ്റെ പ്രാർത്ഥനയാക്കി നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കണം. നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്ക് ഇരിക്കാനൊരു കസേര കിട്ടിയിരുന്നെങ്കിലെന്ന് അവർ ഓർക്കുന്നുണ്ട്. കസേര കിട്ടിയാലും നമുക്ക് സ്ഥലമില്ലാത്തൊരവസ്ഥയുണ്ട്. അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നമുക്ക് സ്ഥലമില്ല. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അമ്മ ആഗ്രഹിക്കണത്. നമുക്ക് പുറത്ത് കുറേ സ്ഥലങ്ങളുണ്ട്. വേണമെങ്കിൽ 10,000-3000 പേർക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങൾ വരെ നമുക്കുണ്ട്. പക്ഷെ അവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലല്ലോ. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത്, ഈ കൊച്ചു സ്ഥലത്താണ്. നീ ഇവിടെ ഒരു കാര്യം നിന്നാൽ പോലും നിനക്ക് അഭിഷേകമാണ്. കൈയടിച്ച് കർത്താൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ആദ്യം ഒരു സാക്ഷി, ഇന്ന് ഈ ആഴ്ചയിലുണ്ടായ ഒരു സാക്ഷ്യം പറയാൻ. പെട്ടെന്ന് ആ സാക്ഷ്യം ഇപ്പോൾ 35,000 പേരെ കൂടിയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ സാക്ഷ്യം ഒന്ന് നോക്കുന്നത് കൊള്ളാം. അതൊരു മാതൃകാ സാക്ഷ്യമാണ്. മാതൃകാ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഉടമ്പടിയുടെ എല്ലാ കണ്ടൻറ്റ് വൈസുകളും റിച്ചായിരിക്കും. ഉടമ്പടിയിൽ കുറേ കാര്യങ്ങളില്ലേ. ഉടമ്പടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഉടമ്പടി എപ്പോഴും ഈ ക്രിസ്തു എങ്ങനെയാണ്, ഈശോ ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകും അല്ലേ. ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണത്. ഇവിടെ കടലുണ്ട്, അതേസമയം തന്നെ തീരവുമുണ്ട്. കടൽ ശാന്തമാകുന്ന സ്ഥലമുണ്ട്, സമയമുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകുന്ന സമയമുണ്ട്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗങ്ങളാണ്. കടൽ പ്രക്ഷുബ്ധമാകുന്നത് നല്ല മഴയും കോളും ഉണ്ടാകുന്ന കാലത്ത് കടൽ പ്രക്ഷുബ്ധമാകും. അപ്പോൾ പ്രക്ഷുബ്ധമാകണ്ട മഴയും കോളും നമ്മൾ മാർച്ച് മാസത്തിലേ മാത്രമേ ഇപ്പോൾ വരൾച്ചയുള്ളൂ. നമ്മൾ ഡിസംബർ മാസം മുതൽ വരൾച്ച തുടങ്ങും. അപ്പം മാർച്ച് മാസം വരെയുള്ള വെള്ളം ഉണ്ടാക്കുന്നത് ഇപ്പോഴാണ്. ഈ ഭൂമിയിലെല്ലാം വെള്ളമെല്ലാം പോയി കായലിലും പുഴയിലുമൊക്കെ കെട്ടി വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ മാർച്ച് മാസത്തിലും നല്ല വരൾച്ച വെള്ളപ്പോഴും ജപ്പാൻ കുടിവെള്ളമായിട്ട് ടാങ്കിലടിച്ച് കയറ്റിയിട്ട് ബ്ലീച്ച് ചെയ്ത് നമുക്ക് തരികയാണ്. അപ്പോൾ ഇത് ഈ സമയത്ത് മഴ വേണ്ട, കടലിൽ ക്ഷോഭം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഉണ്ടാകത്തല്ലേ. പക്ഷേ നമുക്കെന്ത് പറ്റും, ഡിസംബർ മാസം മുതൽ വരൾച്ച ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് എല്ലാം. ഈശോ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിങ്ങളോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 20:13. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. ഒരു ദിനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്. അതിതാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരെ കുറിച്ചും കർത്താവിന് ഓരോ പദ്ധതിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മളോട് അനീതി ചെയ്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവപിതാവ് ഈശോയോട് അനീതി ചെയ്തെന്ന് നമ്മൾ പറയേണ്ടി വരും. ഈശോ പറയണത്, എനിക്ക് കിട്ടിയ പീഡാനുഭവത്തെ ഞാൻ അനീതിയായിട്ട് കാണുന്നില്ലെന്നാണ് പറയണത്. അതാണ് കർത്താവിൻ്റെ കാഴ്ചപ്പാടെങ്കിൽ നമ്മൾ കർത്താവിനെ സ്വീകരിക്കണം. നമ്മുടെ കാഴ്ചപ്പാടും നമ്മൾ സങ്കടങ്ങളോട് അസഹിഷ്ണുത കാണിക്കേണ്ട. അതെന്താണ്, നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം, വിളമ്പണത് ഭക്ഷിക്കുക. അതാണ് കർത്താവിൻ്റെ നിലപാട്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 10:8. ലൂക്ക 10:8 വാക്യം. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അടുത്ത വചനം എന്താ?
അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. അപ്പം നിങ്ങളെ സ്വീകരിക്കുന്നവർ ഇപ്പം നിങ്ങളൊരു പത്രം തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അവർ നിങ്ങളോട് അയ്യോ ഇത് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ക്ലിയർ. അത് സ്വീകരിക്കുന്നവരുമുണ്ട്, സ്വീകരിക്കാത്തവരുണ്ട്. അപ്പോൾ അവരോട് സ്വീകരിക്കാൻ പറഞ്ഞിട്ടില്ല, അവർക്ക് കൃപയില്ല. കർത്താവിനെ സ്വീകരിക്കാനുള്ള കൃപ അവർക്കില്ല. അപ്പോൾ അവരോട് കർത്താവ് വിളിച്ച പോലെ കർത്താവിനോട് ഒരാൾ തർക്കിച്ചില്ലേ, ഞാൻ രാവിലെ മുതൽ പണിപ്പെടുന്നതാണ്, എനിക്കൊരു ധനാറ് കിട്ടിയെന്ന് പറയുമ്പോൾ ഈശോ എന്താ പറയുന്നത്, സ്നേഹിത, നയപരമായിട്ടാണ് സംസാരിക്കുന്നത്. സ്നേഹിത, ഞാൻ നിന്നോടൊരു അനീതിയും. സൗമ്യത ഒരു പ്രധാനപ്പെട്ട സുവിശേഷ വേലക്കാരനെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സൗമ്യത. ബേസിക്കായിട്ട് ആരാണ് ഉടമ്പടി എടുത്തവർ? കഴിഞ്ഞ ദിവസങ്ങളിലെ ടിജി ജസ്റ്റോ എന്ന് പറഞ്ഞ മോള് സാക്ഷ്യമുണ്ട്. അപ്പോൾ അവൾ ടിജി ജസ്റ്റോ നല്ല സാക്ഷ്യമാണ്, നിങ്ങൾ വായിക്കണേ. ഈ സാക്ഷ്യത്തിൻ്റെ ഇതിൻ്റെ ബയോളജിക്കൽ ഗ്രോത്ത് എന്ന് പറയണത് ജീവശാസ്ത്ര വളർച്ച എന്ന് പറഞ്ഞ രസമാണ്. ഇതിൻ്റെ അവസാന ഭാഗങ്ങൾ ടിജി പറയണത്, ഞാൻ കാനഡയിലെ -30 ആകുമ്പോൾ ഞാൻ 3/4 മണിക്കൂർ നടന്നു കൊണ്ടുപോയി ഈ പത്രം കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പത്രമാണ് അവർ വാങ്ങിക്കുന്നത്. ഒരു കെട്ടല്ല, 5 കെട്ട് പത്രമാണ് വാങ്ങിക്കുന്നത്. ഞങ്ങളുടെ ഒരു അവസ്ഥയിൽ 5 കെട്ട് മേടിക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് കൊടുക്കാൻ ഞാൻ ആൾക്കാർ അറിഞ്ഞവർക്ക് കൊടുക്കത്തില്ല, ഞാൻ ഇംഗ്ലീഷുകാർക്കാണ് കൊടുക്കണത്. ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഇംഗ്ലീഷുകാരെ നോക്കിയാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഉൾനാട്ടിലേക്ക് നടന്നു പോകേണ്ടി വരും. അപ്പോൾ നടക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ അവിടെ ചെന്നപ്പോൾ അന്ന് 20 പോസിറ്റീവ്, +20. 20 പോലും എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ ഇവരെന്താ പറയണത്, 50 പറയണത്. 20 കൂടിയിട്ട് 0 ആയിട്ട് പിന്നെ -20. നമ്മുടെ കൈ പുറത്ത് വന്നാൽ മരവിച്ചാൽ ചിലപ്പോൾ അത് ചെത്തിക്കളയാനേ പറ്റത്തുള്ളൂ. -20 -30 എന്ന് പറയണേ. -30 ഈ കൃപാസനം പത്രം കൊണ്ട് ഇംഗ്ലീഷുകാർ കർത്താവിനെ നിന്ന് അകന്നു പോകുന്ന ഇംഗ്ലീഷുകാരെ തിരക്കി ഇവർ പോവുകയും. അപ്പോൾ ചെന്നിട്ട് അവിടെ ചെന്ന് പറഞ്ഞു, സാർ ഐ ആം എ മരിയൻ മിഷണറി. പരിചയപ്പെടുത്തണത് തന്നെ കേട്ടാൽ നമ്മുടെ തൊണ്ടയിടറും. എന്തോ ഒരു വല്ലാത്തതാണ്. വെച്ചാൽ അവരോട് പറയണത്, സാർ ഐ ആം എ മരിയൻ മിഷണറി. എന്താണ്, ഞാൻ ഈ മഞ്ഞിൻ്റെ അകത്ത് നടന്ന് ഇവിടെ വന്ന് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഞാനൊരു മരിയൻ മിഷണറി ആയതുകൊണ്ടാണെന്ന്. കർത്താവിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു പ്രേക്ഷിതയാണ്. ഇതാണ് ഈ പ്രേക്ഷിതരെന്ന് പറയണത്. വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ വിഷയം മറക്കണം, ദൈവത്തെക്കുറിച്ച് ഓർക്കണം. ഇതാണ് ഉടമ്പടിയിൽ ആകുമ്പോൾ ഉണ്ടാകുന്നൊരു ഉറപ്പെന്ന് പറയുന്നത്. എന്താണ്, നമ്മുടെ വിഷയം നിങ്ങൾ മറക്കണം. നമുക്ക് ചില സമയത്ത് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയണത്, നമ്മൾ ദൈവത്തെക്കുറിച്ച് ഓർക്കത്തുമില്ല, നമ്മുടെ വിഷയം തന്നെ നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. അതാണ് ഉടമ്പടി. ചിലർക്കത് ഉടമ്പടി ഫയറാകാത്തതിൻ്റെ കാരണം അതാണ്. നമ്മുടെ വിഷയം ദൈവത്തെക്കുറിച്ച് ഓർക്കണത് രാവിലെയുള്ള പ്രത്യക്ഷ പ്രാർത്ഥന ഓർക്കും. വൈകുന്നേരം നിങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയുണ്ട്, അതും പ്രത്യക്ഷീണ പ്രാർത്ഥന പോലെ തന്നെ മസ്റ്റാണ്, പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിവിടെ തിരികെത്തിച്ച മാതാവിൻ്റെ മുമ്പിൽ ഒന്ന് പ്രഖ്യാപനം ചെയ്തതാണ് ഇതെല്ലാം. അപ്പോൾ താവരെ ചെയ്യുന്ന വൈകുന്നേരം ചില സമയത്ത് വീട്ടിലുണ്ടാകത്തില്ല. ആ സമയത്ത് നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ 11 മണിയൊക്കെ ആവും. അപ്പോൾ ചിലർ 11 മണിയാകുമ്പോൾ ആ പ്രത്യക്ഷ വന്നിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങളവിടെ ഇല്ലെങ്കിൽ വന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് സന്ധ്യക്കുള്ള ഉടമ്പടി പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത്. അപ്പോഴെന്താ എന്താ അപ്പോൾ സംഭവിക്കണമെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും. നിങ്ങളിപ്പോൾ ടിജിയുടെ അവസ്ഥ കണ്ട, ടിജിനെ കണ്ടാൽ ഇനി ദൈവത്തോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ബാർഗെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്താ, ടിജി ദൈവത്തിൻ്റെ ആളാണെന്ന് അവൾക്കും അറിയാം, ദൈവത്തിനും അറിയാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ ആളാണെന്നുള്ള കാര്യം. ഈ ഭൂമിയിലെ ഉടമ്പടി എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫുൾ ടൈം ദൈവത്തിൻ്റെ ആളാകാൻ വേണ്ടിയാണ് എടുത്തതെന്ന് പറയണം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കോടാനുകൂടി നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് സുഭദ്രാമ്മ. ഞാൻ കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ടയിൽ നിന്ന് വരുന്നു.
ഞാൻ ഉടമ്പടിയിൽ ചെയ്ത ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യം പറയാൻ വന്നതാണ്. ഞാനൊരു ഹിന്ദുവാണ്. 18 വർഷമായി സപ്ലൈകോയിൽ എനിക്ക് നേരത്തെ ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 വർഷമായി ജോലിയില്ല. കഴിഞ്ഞ നവംബർ മാസം 11-ാം തീയതി അച്ഛൻ്റെ ആരാധനയിൽ എനിക്ക് എൻ്റെ പേര് വിളിച്ചു പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ടായി. 11-ാം തീയതി രാത്രിയിൽ 9 മണിക്ക് എല്ലാ ദിവസവും അച്ഛൻ്റെ ആരാധനയിൽ ഞാൻ ആരാധന കാണും വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട്. ആ ആരാധനയിൽ പറയുകയാണ്, എസ് എന്ന ആദ്യാക്ഷരം തുടങ്ങുന്ന ഒരു വ്യക്തിയെ ഈശോ കാണിക്കുന്നു. എന്താണെന്ന് വ്യക്തമാകുന്നില്ല. 8 എന്ന് കാണിക്കുന്നു. 8 ദിവസം കൊണ്ട് എന്തോ ഒരു വലിയ കാര്യം അവർക്ക് നടത്തി കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ, ഇതെൻ്റെ കാര്യമാകണേ. എൻ്റെ കുട്ടികളുടെ 2 റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ. ആ റിസൾട്ടായിരിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മരുമകൾ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മകളെ, നമ്മളുടെ കാര്യമായിരിക്കും പറഞ്ഞത്, നിങ്ങളുടെ 2 പേരുടെയും റിസൾട്ടായിരിക്കും പറഞ്ഞത്. ഈശോ ഇങ്ങനെ എൻ്റെ പേരെടുത്ത് പറയുന്നു 8 ദിവസമെന്ന്. അന്ന് അതിനുശേഷം ഞങ്ങൾ ഉറങ്ങി. പിന്നെ അത് മറന്നുപോയി. അതിൻ്റെ 3-ാം നാൾ എൻ്റെ വീട്ടിൽ വലിയൊരു സംഭവമുണ്ടായി. എനിക്ക് 30 വർഷമായി എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി, ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു. 30 വർഷത്തിന് മുമ്പ് വീട്ടിലേക്ക് ഒരു വഴി എഴുതി വാങ്ങി ഇല്ല. അത് കേസിൽ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. വഴിക്ക് വേണ്ടി 3 സെൻറ്റ് സ്ഥലം വാങ്ങി എൻ്റെ ഭർത്താവ് തന്നു. അത് റോഡാക്കി. അതിനുശേഷം അതിൻ്റെ ബാക്കി അത് എഴുതി വാങ്ങിയില്ല. കേസിൽ കിടന്ന നിലമായിരുന്നു ഞങ്ങൾ റോഡിന് വേണ്ടി എടുത്തത്. അതിൻ്റെ ബാക്കി ഒരു വില്ലേജ് ഓഫീസർ ആ സ്ഥലം വാങ്ങി. ഇപ്പോഴയാൾ കഴിഞ്ഞ മാസം നവംബർ മാസം 11-ാം തീയതി കഴിഞ്ഞ് അയാൾ വന്ന ആ വസ്തു വിൽക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ റോഡ് അളക്കുന്നു. ഞാൻ ചെന്ന് ചോദിച്ചു, സാറേ, എന്താണ് എൻ്റെ ഈ സ്ഥലം അളക്കുന്നത്? അപ്പോൾ അയാൾ പറയുകയാണ്, ഈ വസ്തു ഞാനാണ് കരമടയ്ക്കുന്നത്. ഈ വഴി എൻ്റേതാണ്. നിങ്ങൾക്ക് നടക്കാനുള്ളതേ ഉള്ളൂ. നിങ്ങൾക്കഥവാ നടക്കണം, ഈ വീതിയിൽ നിങ്ങൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുറന്നോട്ട് കിടക്കുന്ന വസ്തു എനിക്ക് തരണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവാ, ഞാനൊന്ന് കാണട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ, ഇതെൻ്റെ വസ്തുവാണ്. വർഷങ്ങൾ കൊണ്ട് ഞാൻ നടക്കുന്നതാണ്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അദ്ദേഹം വാങ്ങിത്തന്ന സ്ഥലമാണ്. ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്നും ഈ സ്ഥലം വാങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ എന്തിന് സാറിനെ കാണിക്കണം ഡോക്യുമെൻറ്റ്സ്? അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പറ്റില്ല, ഇതെൻ്റെ സ്ഥലമാണ്. ഞാൻ പറഞ്ഞു, സമ്മതിക്കില്ല, ഞാൻ ഇത് അളക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരുന്നു. ഞാൻ അപ്പോൾ എൻ്റെ അമ്മയെ വിളിച്ചു, അമ്മ മാതാവേ, കൃപാസന മാതാവേ, നിൻ്റെ മുമ്പിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തവളാണ്. ഈ ഉടമ്പടി എടുത്ത മകളെ എന്തിനിങ്ങനെ സങ്കടപ്പെടുത്തുന്നു? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആ സമയം എൻ്റെ ഈശോയെ എന്ന് വിളിച്ച് വീട്ടിലേക്ക് ഓടി. ഞാൻ 12 മണിക്ക് 2 തിരിയും കത്തിച്ച് ബൈബിൾ തുറന്നു. ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ഈശോയെ എന്ന് ചോദിച്ചു. ആ സമയം എൻ്റെ ഈശോ എനിക്ക് കാണിച്ചു തന്നു. സുദീർഘനായ സങ്കീർത്തനം 18, വിജയത്തിന്മേൽ കൃതജ്ഞതാസ്തോത്രം. സുദീർഘനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവ് എനിക്ക് പ്രബലനായ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുന്നു. ഈ വചനമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, പ്രബലനായ ശത്രുവായാലും എൻ്റെ കർത്താവുണ്ട് എന്നെ രക്ഷിക്കാൻ. എനിക്കിന്ന് മനസ്സിലായി. എന്നിട്ട് എനിക്കിത് വാങ്ങിത്തന്ന എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഈ സ്ഥലത്തിന് വേണ്ടി ഇടപെട്ട 2-3 പേര് മരിച്ചുപോയി. പക്ഷേ ഈ സ്ഥലം തന്ന ആൾ കണ്ണൂർ ജീവിച്ചിരിപ്പുണ്ട്. ആ വീട്ടിൽ ആ ഇളയാളുണ്ട്. ഞാൻ ആ അണ്ണനെ വിളിക്കാൻ 2 ദിവസം കൊണ്ട് നോക്കി. 3-ൻ്റെ അന്ന് അദ്ദേഹത്തിനെ കിട്ടി. ഞാൻ പറഞ്ഞു, അണ്ണ, എൻ്റെ വഴിയുടെ കാര്യം ഇങ്ങനെ അയാൾ വന്ന് പറയുന്നത്, ഞങ്ങൾക്ക് വഴിയില്ല എന്ന് പറയുന്നു, എന്ത് ചെയ്യണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് തന്ന സ്ഥലം വഴിയുടെ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റേയാൾക്ക് ബാക്കി സ്ഥലം കൊടുത്തത്. നീ എന്തിനു വിഷമിക്കുന്നു? ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. അങ്ങനെ അന്ന് രാത്രി ഞാൻ തിരിച്ചയാളെ വിളിച്ചില്ല. പിറ്റേന്ന് രാവിലെ 10 മണിയായപ്പോൾ ആ വില്ലേജ് ഓഫീസർ എൻ്റെ വീട്ടിൽ വന്ന് പെങ്ങളെ എന്ന് വിളിക്കുന്നു. എന്താന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, 3-4 ഇടത്തുനിന്ന് ഫോൺ വരുന്നു. എവിടുന്നാ ഫോൺ വരുന്നതെന്ന് അറിയുന്നില്ല. നിങ്ങളുടെ സ്ഥലം ഞാൻ എന്തു പറഞ്ഞു? നിങ്ങളുടെ സ്ഥലം എനിക്ക് വേണ്ട, കുറച്ചും കൂടെ തരാം, ബാ
എന്നും പറഞ്ഞ് എൻ്റെ കയ്യെ പിടിച്ച് റോഡിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടുതൽ സ്ഥലം വേണ്ട, എൻ്റെ ഭർത്താവ് വാങ്ങിത്തന്ന 3 സെൻറ്റ് സ്ഥലം മതി, അതുമതി എനിക്ക്. ഞാൻ അപ്പോഴത്തേക്ക് അതിൻ്റെ സൈഡ് വാൾ കെട്ടാൻ വേണ്ടി അവിടെ വാനമിട്ടിരുന്നു. വാനം തോണ്ടി വീട്ടിൽ പാറ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ നാളെ ഇതിൻ്റെ ബാലൻസ് സ്ഥലം പൊക്കി കെട്ടാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എത്ര വേണമെങ്കിലും പൊക്കി കെട്ടിക്കോ, കുറച്ചും കൂടി നിങ്ങൾക്ക് തരാം. ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ചും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ ബന്ധുക്കളെ ഞാൻ വിളിച്ച് അന്ന് പിറ്റേന്ന് തന്നെ, അദ്ദേഹം തന്നെ വില്ലേജ് ഓഫീസറായതുകൊണ്ട് ടേപ്പ് കയ്യിലുണ്ടായിരുന്നു, അളന്നു തന്നു. പിറ്റേന്ന് 4-5 പേരെ വിളിച്ചു. വീട്ടിൽ പാറ കിടന്നു. ഞാൻ ആ വഴി 2.5 അടി പൊക്കത്തിൽ കെട്ടി. അതിൻ്റെ പിറ്റേന്ന് സിമെൻറ്റും മണലും കൊണ്ടത് പൂശി. അന്ന് രാത്രിയിൽ നവംബർ 11-ാം തീയതി കണ്ട കാര്യം നവംബർ 18-ാം തീയതി ഞാൻ അച്ഛൻ്റെ ആരാധന കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു, ഈശോയെ, നീ എനിക്ക് ഈ വലിയ കാര്യം നടത്താൻ വേണ്ടിയാണോ നീ എൻ്റെ പേര് വിളിച്ച് പറഞ്ഞത് എന്ന് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചു. ഞാൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ എൻ്റെ മകൾ ഓടി വന്നു. എന്താ അമ്മേ? ഞാൻ ചോദിച്ചു, കഴിഞ്ഞ തിങ്കളാഴ്ച നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവൾ പറഞ്ഞു, അമ്മേ, ഇതിനു വേണ്ടിയായിരുന്നോ? നമ്മൾ റിസൾട്ടല്ലേ പ്രതീക്ഷിച്ചത്. അങ്ങനെ എൻ്റെ ദൈവമാതാവും എൻ്റെ ഈശോയും ആ വലിയൊരു കാര്യം എനിക്ക് നടത്തി തന്നു. ഈശോയെ, നിനക്ക് കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന സമയം എൻ്റെ കാലിന് ഭയങ്കരമായ വേദനയായിരുന്നു. ഇടത് കാലിന് 7-8 വർഷമായി ഭയങ്കരമായ വേദന. കാല് നിലത്തുറപ്പിക്കാൻ വയ്യ, കാലിന് തേയ്മാനമാണ്, മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല. വികലാംഗയെ പോലെയാണ് ഞാനിവിടെ നടന്നു വന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയുടെ സ്വർഗീയ സുഗന്ധ മുല്ലപ്പൂവിൻ്റെ മണം. അതിനുശേഷം എൻ്റെ കാലിൻ്റെ വേദന എങ്ങനെ മാറിയെന്ന് എനിക്കറിയുകയില്ല. ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ എന്നും ഇവിടുത്തെ വിശുദ്ധമായ തൈലവും ഉപ്പും ഞാൻ കുരിശ് വരച്ച് എൻ്റെ മുട്ടിൽമേൽ പുരട്ടി. കാല് വയ്യായെങ്കിലും ഞാൻ പെതുക്കെ കുനിഞ്ഞ് ഞാൻ മുട്ടിൽമേൽ നിന്ന് ഞാൻ വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനും നന്മ നിറഞ്ഞ മറിയവും ഞാൻ ചെല്ലുമായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് എപ്പോഴാണ് മാറിയെന്ന് എനിക്കറിയുകയില്ല എൻ്റെ കാലിൻ്റെ വേദന. എനിക്ക് 1 വർഷം കഴിഞ്ഞ് ഇന്ന് വരെ ആ വേദന ഞാനൊരു മരുന്ന് പോലും കഴിക്കാതെ എനിക്ക് എൻ്റെ അമ്മ മാതാവും ഈശോയും മാറ്റിത്തന്ന്. എൻ്റെ മറ്റൊരു നിയോഗമാണ് എൻ്റെ മകൻ്റെ കാര്യം. അവൻ ഗൾഫിലാണ്, അവന് നല്ല ജോലിയല്ല. ഞാനതിലെഴുതിയിട്ടു, അമ്മ മാതാവേ, എൻ്റെ മകൻ്റെ ജോലിക്കൊരു ഉയർച്ച നൽകണേ എന്ന്. അതെഴുതി പിറ്റേ മാസം തന്നെ എൻ്റെ മകന് അക്കൗണ്ടൻ്റായി ജോലി നൽകി അമ്മ അനുഗ്രഹിച്ചു. അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളാണ് എൻ്റെ അമ്മ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഞാൻ പിറ്റേ മാസം തന്നെ ഉടമ്പടി എടുത്ത പിറ്റേ മാസം, എല്ലാ മാസവും ഞാൻ ഇവിടെ വരും. പിറ്റേ മാസം തന്നെ വന്ന് ഞാൻ ബൈബിള് വാങ്ങിച്ചു, ജപമാല വാങ്ങിച്ചു. അറിയാൻ വയ്യാത്ത ഹിന്ദുവായ ഞാൻ എന്നും ജപമാലം ചൊല്ലി പ്രാർത്ഥിക്കും. എന്നും ഞാൻ രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കും. ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് ബൈബിൾ തുറന്നപ്പോൾ നീ സുവിശേഷം പറയാനാണ് പറഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചു, എന്താണ് ഹിന്ദുവായ ഞാനൊരു സുവിശേഷം പറയേണ്ടത്? അറിവുള്ളവരോട് ഞാൻ ചോദിച്ചപ്പോൾ നിനക്ക് കിട്ടിയതിനെ കുട്ടി പറയാനാണ് പറഞ്ഞത്. അന്നു മുതൽ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും. എൻ്റെ കാലുവേദന മാറിയതും എൻ്റെ മകൻ്റെ കാര്യവും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് എനിക്ക് സപ്ലൈക്കോ ഈ ജോലി ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. എനിക്ക് കഴിഞ്ഞ ഓണത്തിന് 10 ദിവസം വീണ്ടും അവിടെ പോകാൻ കഴിഞ്ഞു. ഞാൻ അങ്ങനെ ചെല്ലുമ്പോൾ ഞാൻ തലേന്ന് ഇവിടെ വന്നിരുന്നു. ഞാൻ പത്രം വാങ്ങിക്കും. ആ പത്രവുമായി ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്നു. ഓച്ചറ സപ്ലൈക്കോയി ചെന്നപ്പോൾ ഞാൻ പത്രം കൊടുത്തപ്പോൾ അവിടെ നിന്ന് ഒരു കുട്ടി, അവിടുത്തെ സ്റ്റാഫ് അവിടെ നിന്ന് കരയുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്? അത് ചേച്ചി, ഞാൻ 6 മാസമായി ഞാൻ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തവളാണ്. എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ അവിടെ പോയത്. അത് നടന്നില്ല. ഇന്നലെ രാത്രിയിൽ എന്നെ മാതാവ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ഇന്ന് സപ്ലൈക്കോയിൽ ഒരാൾ വരും, അവർ പറയുന്നത് പോലെ നീ ചെയ്യൂ, നിൻ്റെ കാര്യം വിജയിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? നീ എന്തിനാ കരയുന്നേ? അപ്പോൾ പറഞ്ഞു, ചേച്ചി, എൻ്റെ വീടും സ്ഥലവും വിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്.
ഭയങ്കരമായ കടമാണ്. അത് വിറ്റാൽ പോലും 1 സെൻറ്റ് വാങ്ങിക്കാൻ പോലും പറ്റുകയില്ല. ഞാനിനി എന്ത് ചെയ്യണം ചേച്ചി? ചേച്ചിയാണോ ഇതിന് നിയോഗിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല, ചേച്ചിയാണോ വരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നീ എന്ത് ചെയ്തു? ഞാൻ അവിടെ ഇച്ചിരി ഉപ്പിട്ടു. ചേച്ചി, ഞങ്ങളുടെ അയലത്തെല്ലാം അടുത്തടുത്ത് വീടുകളാണ്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ്, മകളെ, എന്നെ അപ്പോൾ അമ്മ മാതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ മനസ്സിലിരുന്ന് പറയുകയാണ്. രാത്രി 12 മണി എന്ന് പറയുന്ന ഒരു സമയത്ത് അയലത്തുകാരെല്ലാം ഉറങ്ങില്ലേ? ആ സമയത്ത് നീ ഇന്ന് രാത്രി 12 മണിക്ക് നിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ചെന്ന് നീ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും എടുത്ത് 2 തിരിയും എടുത്ത് നീ നിൻ്റെ വീടിൻ്റെ മുന്നിൽ ചെന്ന് നീ മണ്ണിൽ 2 തിരി കത്തിക്കണം. പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് നെഞ്ച് വിരിച്ച് മുട്ടിന്മേൽ നിന്ന് വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞതും സ്വർഗസ്ഥനും ചൊല്ലി നീ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം, അമ്മ മാതാവേ, ഒരാഴ്ചക്കകത്ത് ഇത് വിറ്റുമാറി തരണം, എനിക്ക് 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനുള്ള പൈസയും തരണം. എൻ്റെ ചേച്ചി പറഞ്ഞതിനനുസരിച്ച് ഞാൻ ഇതുപോലെ ചെയ്യുകയാണ്. ഞാൻ വന്നിവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു, അത് വിറ്റുമാറിയാൽ നീയും പറയണം. അങ്ങനെ അവൾ തൈലവും ഉപ്പുവിട്ട് അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ചക്കകത്ത് ആ വസ്തു വിറ്റു. അവളുടെ കടം മാറി, 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ കിട്ടി. 1 വർഷത്തേക്ക് ആ ഉടമസ്ഥർ അവർക്കവിടെ താമസിക്കാനുള്ള അനുവാദവും കൊടുത്തു. ഇങ്ങനെ ഇത്രയേറെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എല്ലാ മാസവും ഞാൻ ഇവിടെ വരും, പത്രം വാങ്ങിക്കും. ഞാൻ ഈ പത്രം ഞാൻ ഹോസ്പിറ്റൽ എൻ്റെ ശാസ്താംകോട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എൻ്റെ വീടിനടുത്ത്, അവിടെ കൊണ്ട് കൊടുക്കും. ഓട്ടോ സ്റ്റാൻഡിൽ കൊടുക്കും. ഞാൻ കുട്ടികൾ പഠിക്കാൻ പോയിട്ട് വരുന്ന വഴികളിൽ കൊടുക്കും. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ് ഞാൻ എല്ലാവർക്കും ഞാൻ കൊടുക്കും. ഇവിടെ ഒരു അമ്മ മാതാവുണ്ട്. അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന് നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ ആ അമ്മയെല്ലാം മാറ്റിത്തരും. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ പോകണം എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടു കൊടുക്കും. അതുപോലെ ഞാൻ എല്ലാ മാസവും പ്രേക്ഷിത പ്രവൃത്തിയായി ഞാൻ 10 പൊതിച്ചോറ് ഞാൻ ഉണ്ടാക്കും, ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും. ഞാൻ ആ ഉണ്ടാക്കുന്ന ഒരു കറിയിൽ ഞാൻ ഇവിടുത്തെ ഉപ്പ് ഒരു കറിയിലിടും. ഞാൻ പറയും, എൻ്റെ കർത്താവേ, ഇത് അമ്മയ്ക്കും തിരുമുവാരനും കോടാനക്കോടി നന്ദി. ഞാൻ ജോളി, ബോംബെയിൽ നിന്നും. ഞാൻ മർത്തോമ അംഗമാണ്. എൻ്റെ അനുഭവ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ 2021 നവംബർ 17-ാം തീയതി എൻ്റെ കണ്ണിന് ഭയങ്കര സുഖമില്ലാതെ ഞാൻ വളരെ വിഷമിച്ചു. എൻ്റെ ശാരീരികമായും ഞാൻ വിഷമിച്ചു. എനിക്ക് എന്താ അസുഖമെന്നറിയാതെ ഞാൻ മെഡിസിനുകൾ കൂടുതലായിട്ട് എടുത്തു. എന്താണെന്നൊരു പ്രോബ്ലംസ് അറിയാതെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് മെഡിസിനൊക്കെ എടുത്തിട്ട് ഒരു എഫക്റ്റ് ഇല്ലാതെ ഞാനിങ്ങനെ എന്തോ ചെയ്യും, ഇനി മരിക്കുമോ, ഇങ്ങനെ വയറ്റിൽ ഭയങ്കര നീറ്റൽ, തലയ്ക്ക് നീറ്റൽ, കൈകാലുകൾക്ക് നീറ്റൽ, കൈവിരലിന് നീറ്റൽ, എല്ലാമായിട്ട് ഞാനിങ്ങനെ ഭയങ്കര പ്രോബ്ലത്തിൽ ഞാൻ കിടന്ന സമയത്ത് ഞാനിപ്പം പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ റൂമിൽ ഇങ്ങനെ തനിച്ച് കിടക്കുവാണ്. എൻ്റെ മോളൊക്കെ ഡ്യൂട്ടിയിലാണ്. ആ സമയത്ത് വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ഇങ്ങനെ കിടന്ന സമയത്ത് ഞാൻ ടി വി വന്നൊന്ന് ഓണാക്കിയപ്പോൾ അച്ഛൻ്റെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കണ്ണിന് പ്രോബ്ലം ഉള്ളവർ കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കും കണ്ണിന് സുഖമില്ലായിരിക്കുമല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ എനിക്ക് അന്ന് തന്നെ ഒരു മൈൻഡിലൊരു ഇത് വന്നു, ഇനിയും കണ്ണിൻ്റെ പ്രോബ്ലം കൊണ്ടാണോ ഈ പ്രോബ്ലംസൊക്കെ ഉണ്ടായേ, ഇനിയും കണ്ണ് പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യാം എന്ന് വെച്ച് ഞാൻ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. വലിയൊരു ഹോസ്പിറ്റലാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അവിടെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ കണ്ണിൻ്റെ 2 ഞരമ്പിൽ കൂടെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുവാണ്, 2 ദിവസത്തെ ഗ്യാരണ്ടിയേ ഉള്ളൂ, നീ എത്രയും പെട്ടെന്ന് നാളെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു സ്കാനിങ് കൂടെ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സ്കാനിങ്ങിന് എത്ര രൂപയാണ്? അപ്പോൾ 4500 രൂപ എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. 4500 രൂപ ഇല്ലായിട്ടല്ല, പക്ഷേ ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വേറെ വഴിയൂടെ കയറി എൻ്റെ ബിൽഡിങ്ങിൽ വന്ന് ലിഫ്റ്റേ കയറി ഞാൻ മേളിൽ പോയിട്ട് ഞാൻ കുറേ അങ്ങ് കരഞ്ഞു. ഞാൻ അവിടെ കിടന്ന് എന്ത് ചെയ്യും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന സമയത്ത് പിന്നെ അച്ഛൻ്റെ ടോക്കിംഗ് ഒന്ന് കേൾക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെയും വന്ന് ടി വി ഒന്ന് ഓണാക്കിയ പിന്നെയും അച്ഛൻ ഇത് തന്നെ പറയുന്ന റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഞാൻ എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ ടി വിയുടെ അടുത്തോട്ട് പോയി എൻ്റെ കണ്ണ് അച്ഛൻ്റെ കയ്യിലെയും കുരിശിൻ്റെ അവിടോട്ട് കണ്ണങ്ങ് പിടിച്ചു.
കണ്ണങ്ങ് പിടിച്ചു കഴിഞ്ഞ് എനിക്ക് തലയ്ക്കുള്ള നല്ല ഒരു വെളിവും കണ്ണിനുള്ള ഒരു ആശ്വാസവും എന്തോ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ എനിക്കങ്ങ് എന്തോ ഒരു അനുഗ്രഹം കിട്ടിയ പോലെ ആയിപ്പോയി. പിന്നെ ഞാൻ കണ്ടിന്യൂസ് അച്ഛൻ്റെ ധ്യാനം കേൾക്കാൻ തുടങ്ങി. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് നൈറ്റിൽ മോള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കാൻ പോകണം. അതെവിടാ മമ്മി ഉടമ്പടി എന്താണെന്ന് ചോദിച്ചു. ഞാൻ മോളോട് പറഞ്ഞു കൊടുത്തു ഇതുപോലൊക്കെയാണ് ഉടമ്പടിയുടെ കാര്യങ്ങൾ, അവിടെ ഭയങ്കര സൗഖ്യങ്ങളാണ്, ഞാനൊന്ന് പോകണം എനിക്ക്. അപ്പം കുട്ടി പറഞ്ഞു എളുപ്പം എന്നാൽ മമ്മി ടിക്കറ്റ് എടുത്ത് പോയിക്കോ, മമ്മിയുടെ വിശ്വാസമല്ലേ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവൾ ജനുവരി 22-ാം തീയതിയിൽ എനിക്ക് ടിക്കറ്റ് എടുത്ത് ഇവിടെ വിട്ടു. ഇവിടെ വന്ന് ഉടമ്പടി വസ്തുവും മേടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി. എന്നിട്ട് ഞാൻ മെഡിസിനാട്ടെ ഒരു ഗുളിയാട്ടെ ഒന്നുമേ എടുക്കാൻ പോയില്ല. എനിക്കൊരു വിശ്വാസമായി, അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ എനിക്കൊരു വിശ്വാസമായി. എന്നിട്ട് ഞാൻ ആ ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് ഞാൻ എൻ്റെ കണ്ണിലെല്ലാം അപ്ലൈ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലും, സ്വർഗസ്വനായ പിതാവും കന്യ നിറഞ്ഞ മറിയമേയും ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, കണ്ടിന്യൂസ് 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, കുളിച്ചിട്ട് എണീറ്റ് വന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്ത് ഉടമ്പടി വസ്തു ഉപയോഗിച്ച് എനിക്ക് പിന്നെ കണ്ണിനൊക്കെ നല്ല സൗഖ്യം കിട്ടി. എനിക്ക് ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങളും അങ്ങ് മാറിക്കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വന്ന് എനിക്ക് പിന്നെയും എൻ്റെ വീട്ടുകാർക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ട് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താ കണ്ണിന് കുഴപ്പം. ഞാൻ റിപ്പോർട്ട് കാണിച്ചു, ഇതൊക്കെയാണ് റിപ്പോർട്ട് അവിടെ തന്നെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഒന്നും പ്രശ്നം ഞങ്ങൾക്ക് കാണുന്നില്ലല്ലോ. അവർക്ക് പിന്നെയും സംശയമായിട്ട് അവിടുത്തെ 1-2 ഡോക്ടർമാരെ അറിയാവുന്നതുകൊണ്ട് അവർ പിന്നെയും ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ടെസ്റ്റ് ചെയ്ത് 7 മണിക്ക് പോയി ഞാൻ വൈകിട്ട് 4:30 ആകുന്നേരം വരെ അവിടെ കിടന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നുമേ ഇല്ല. അവർ പറഞ്ഞു നിനക്ക് തലവേദന വല്ലതും വരുവാണെങ്കിൽ ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് എടുത്തിടാൻ മതിയെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ഒന്നാമത്തെ അനുഭവ സാക്ഷ്യം. രണ്ടാമത്തേത്, എനിക്ക് 6 ലക്ഷം രൂപ കടവുണ്ടായിരുന്നു. അത് ഞാൻ 3 ലക്ഷം രൂപ ലോൺ എടുത്ത് 3 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ആയിപ്പോയി. എനിക്കത് അടയ്ക്കണമെന്നോ എനിക്ക് ഒന്നുമേ ഒരു ടെൻഷൻ ഇല്ലാതെ ഞാൻ അങ്ങനെ ഇരുന്നു. ജപ്തിക്കാർ വരുമ്പോൾ എന്നെ വിളിക്കും, ജപ്തിയാകാൻ പോകുന്നു എന്ന് പറയും. അപ്പം വീട്ടിലെല്ലാം നല്ല നല്ല പൊസിഷനിലുള്ളവരായും കൊണ്ട് അവർ നോക്കിക്കോളുമെന്നും കൊണ്ട് ഞാൻ അനങ്ങാതെ അവിടെ ഇരിക്കും, ഒന്നും അനങ്ങത്തില്ല. അങ്ങനെ ഇരുന്നിരുന്ന് ഞാൻ വീട്ടിൽ അല്ല, ഞാൻ എൻ്റെ റിലേഷനിൽ ഒരിടത്ത് പറഞ്ഞു ഇതുപോലെ ജപ്തിയാകാൻ പോവാന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ അമ്മയുടെ സന്നിധാനത്തിൽ അമ്മയുടെ ഉടമ്പടി വസ്തു അമ്മയുടെ ഇതെല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. ഈ കടത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ആ വസ്തു ജപ്തിയായ വസ്തുവിൻ്റെ അവിടെ പോയിട്ട് ഞാൻ ഉപ്പിട്ട് വീട്ടിൽ കുരിശ് വരച്ചു. എന്നിട്ട് മുട്ടുമേൽ നിന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് 6 ലക്ഷം രൂപ എൻ്റെ വീട്ടുകാരെന്നെ ഹെൽപ്പ് ചെയ്തു. വീട്ടിൽ പറഞ്ഞാൽ റിലേഷനായവരെന്നെ ഹെൽപ്പ് ചെയ്തു. അതിനൊരു പലിശയില്ല, എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കൊടുത്താൽ മതി എന്നുള്ള സിസ്റ്റത്തിൽ എനിക്ക് ആ പൈസ തന്ന് ഹെൽപ്പ് ചെയ്തു. അതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടിയുടെ ഒരു അനുഭവമാണ്. മൂന്നാമത്, എൻ്റെ വസ്തുവെല്ലാം അളക്കാതെ കുറേ വർഷങ്ങളായിട്ട് അളക്കാനും പറ്റത്തില്ല, സഹോദരങ്ങൾ തമ്മിൽ ആരും അടുക്കത്തുമില്ല, വസ്തു കുറേ ഉണ്ട്, അത് അളക്കാനും പറ്റത്തില്ല, ആരോടും ഒന്നും പറയാനും പറ്റത്തില്ല. എന്നോട് മാത്രം ദേഷ്യമില്ല, അല്ലാത്തവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ട് അങ്ങനെ ഇരുന്ന സമയത്ത് അത് ഞാൻ അമ്മയുടെ സന്നിധാനത്തിൽ ഞാൻ അമ്മയെ അങ്ങനെ എല്ലാവരും തുടങ്ങിയിരിക്കുവാണല്ലോ, ദേഷ്യപ്പെട്ടിരിക്കുവാണല്ലോ, വഴക്കാണല്ലോ, എപ്പോഴും ഒരാളെ കണ്ടാൽ വാക്കത്തി എടുക്കുക, വെട്ടാൻ തുടങ്ങുക, അടിക്കാൻ തുടങ്ങുക, അങ്ങനത്തെ പ്രോബ്ലത്തെ കിടക്കുമായിരുന്നു. എനിക്കത് ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയെ സഹോദരങ്ങളെല്ലാവരും ഒന്നാകണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ലാസ്റ്റ് മൂമെൻറ്റിൽ അമ്മ ആ പ്രാർത്ഥന കേട്ടു. അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് കുരിശും വരച്ച് ഞാൻ ആ പറമ്പിലെല്ലായിടത്തും പോയി ഉപ്പിട്ടങ്ങ് ഒരു പ്രാവശ്യം തന്ന ഉപ്പ് മൊത്തം ഞാൻ അവിടെ അങ്ങ് ഇട്ടിട്ട് പിന്നെ അച്ഛൻ്റെ ധ്യാനം എപ്പോഴും കൂടുവന്ന് അച്ഛൻ കടങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇങ്ങനെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ ധ്യാനത്തിലും കൂടിയിട്ട് അങ്ങനെ എനിക്ക് അതിനകത്തും വിടുതൽ കിട്ടി. ഇപ്പോൾ ഞങ്ങൾ സഹോദരങ്ങളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു. വസ്തു പോയി അളന്നു, അവർക്ക് ആർക്കോ ഒരാൾക്ക് കുറച്ച് സ്ഥലം കുറവുണ്ടായിരുന്നു. അത് അമ്മയുടെ സന്നിധാനത്തിൽ ഞാൻ വന്ന് അമ്മയെ കണ്ടുകൊണ്ട് മാത്രം എനിക്ക് സഹിക്കാനുള്ള ഇത് തന്നുകൊണ്ട് ഞാൻ അവർക്ക് എൻ്റെ വസ്തുവിന് അളന്നു കൊടുത്തു. 5 സെൻറ്റ് വസ്തു ഞാൻ അവർക്ക് എഴുതി കൊടുത്തു. അതായത് അമ്മയുടെ സന്നിധാനത്തിൽ വന്നു. അല്ലേ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കുട്ടിയാണ് ഞാൻ, ഭയങ്കര ദേഷ്യവും പെട്ടെന്നേ മുറി 2 അങ്ങനത്തെ സ്വഭാവക്കാരിയാണ്. അമ്മയുടെ സന്നിധാനത്തിൽ വന്നതിന് ശേഷം ദേഷ്യം
കുറേയൊക്കെ അങ്ങ് സൈലൻ്റായി. പക്ഷേ വല്ലപ്പോഴുമൊക്കെ മനുഷ്യരല്ലേ, വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലുമൊക്കെ വരും. അല്ലാതെ എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി ചേഞ്ചിങ് വന്നു. അതാണ് എനിക്ക് മൂന്നാമത് കിട്ടിയ അനുഗ്രഹം. പിന്നെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ പറയാനുണ്ട്. എൻ്റെ മോൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറയാനുണ്ട്. അത് എൻ്റെ മോളെയും കൊണ്ട് നെക്സ്റ്റ് ടൈമിൽ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ വരുമ്പോൾ സാക്ഷ്യം പറയും. അത് പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് പത്രങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഈ 3 പത്രങ്ങളെ എല്ലാം ഉടമ്പടി ടൈമിലും കൊണ്ട് കൊടുക്കും. ഹിന്ദി പത്രവും ഇംഗ്ലീഷ് പത്രവും ബോംബെക്ക് കൊണ്ടുപോയി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പ്രേക്ഷക പ്രവർത്തനം എന്ന് പറയുന്നത് 2 കാലും മുറിഞ്ഞ ആൾക്കാർക്ക് വീൽ ചെയർ കൊടുത്തു. അവർക്ക് വേറെ ഒരാൾക്ക് കക്കൂസി പോകാനായിട്ട് പറ്റാതെ ഇരുന്നവർക്ക് അവർക്കും ചെയർ കൊടുത്തു. പിന്നെ എല്ലാവർക്കും ഫുഡ് റെയിൽവേ സ്റ്റേഷനിലും പാവങ്ങൾക്കെല്ലാം ഫുഡ് കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ ആരെന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അവർക്ക് പൈസ കൊടുക്കാതെ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയത്തില്ല. തുണികളായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യും. തുണി എന്തായാലും ഞാൻ കൊടുക്കും. ഇപ്പം 32 കുട്ടികളുടെ അനാഥാശ്രമത്തിൽ പോയി കുട്ടികളുടെ അവിടെ പോയി എല്ലാം ചെയ്തിട്ടാണ് വന്നേ. അവരോരോരുത്തർ എന്നോട് ഓരോന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വേണം, ഇത് വേണം. ഞാൻ എല്ലാം പറഞ്ഞ് ഞാൻ ക്രിസ്മസിന് മുമ്പ് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഓൾഡ് ഏജ് ഹോം ഉണ്ട്, അവിടെയും പോകുന്നു. എല്ലാവരെയും ഞാൻ ശുശ്രൂഷിക്കുന്നു. പേഷ്യൻറ്റിനെ ആയാലും ഞാൻ ആക്ച്വലി ഒരു നേഴ്സാണ്. ഞാൻ പേഷ്യൻറ്റിനെ ആയാലും നല്ല രീതിയിൽ നോക്കുകയും എല്ലാം ചെയ്യുകയും എല്ലാ ഹെൽപ്പ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് എല്ലാ നന്മകളും തന്ന അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്നും ഞാൻ വിരമിക്കുന്നു.